ഇടതിന്റെ നാണം കെട്ട തോൽവിക്ക് പിന്നാലെ നേതാക്കന്മാർക്കെതിരെ ട്രോൾ മഴയും പൊങ്കാലയുമാണ് സമൂഹ മാധ്യമങ്ങളിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വൻ തോൽവിക്ക് പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ രൂക്ഷ വിമർശനം. തിരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ കുറിപ്പ് പങ്കുവച്ചുള്ള MV ഗോവിന്ദന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയാണ് CPM അനുകൂല ബാങ്കുകളിൽ നിന്ന് രൂക്ഷമായ കമന്റുകൾ ഉയർന്നത്. 2021 67 സീറ്റുകളിൽ വിജയിച്ച CPM ഇത്തവണ 26 സീറ്റുകളിലേക്കാണ് കൂപ്പുകുത്തിയത്. തിരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം അപ്രതീക്ഷിതമാണെന്നും പരാജയം അംഗീകരിച്ചുകൊണ്ട് പോരായ്മകൾ തിരുത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പ്രസ്താവന. ഈ പ്രസ്താവന പങ്കുവച്ചുള്ള MV ഗോവിന്ദന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ ഭാഷയിൽ കമന്റുകൾ വന്നത്. MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാനാണ് ഭൂരിപക്ഷം പേരുടെയും അഭിപ്രായം. പകരം M സ്വരാജിനെയും P ജയരാജനെയോ പാർട്ടി സെക്രട്ടറിയാക്കണമെന്നും CPM അനുകൂലികളെന്ന് കരുതുന്നവർ കമന്റുകളിൽ പറയുന്നുണ്ട്. MV ഗോവിന്ദൻ സെക്രട്ടറിയായ വൻ പരാജയമാണെന്നും സാമൂഹിക മാധ്യമങ്ങളിലെ വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. എതിർപ്പുകൾ മറികടന്ന് തളിപ്പറമ്പിൽ ഭാര്യ PK ശ്യാമളയ്ക്ക് സീറ്റ് ഉറപ്പിച്ചതടക്കം MV ഗോവിന്ദൻ പാർട്ടിയുടെ തോൽവിക്ക് ആക്കം കൂട്ടിയെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. ഞാനും ഭാര്യയുമല്ല വരേണ്ടത്, ജനം അംഗീകരിക്കുന്നവരാണ് വരേണ്ടത്. അതല്ലേ പാർട്ടിക്ക് കണ്ണൂരിൽ തിരിച്ചടി ഉണ്ടായത്. നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഈ പാർട്ടിയെ ഇല്ലാതാക്കല്ലേ എന്ന അഭ്യർത്ഥന മാത്രമെന്നായിരുന്നു പോസ്റ്റിന് താഴെ വന്ന ഒരു കമന്റ്. MV ഗോവിന്ദൻ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറിയില്ലെങ്കിൽ ബംഗാളിലെ പാർട്ടിയുടെ അവസ്ഥ വരാനിരിക്കുന്നതായി മറ്റൊരാൾ അഭിപ്രായപ്പെട്ടു. മുന്നിൽ വരുന്നവരെ കണ്ടാൽ ഒന്ന് മിണ്ടാനെങ്കിലും പറ്റണം സഖാവെ എന്നായിരുന്നു മറ്റൊരാളുടെ കമന്റ്. അല്ലെങ്കിൽ ഒന്ന് മുഖത്ത് നോക്കി ചിരിക്കാനെങ്കിലും ശ്രമിക്കണമെന്നും കമന്റിൽ പറയുന്നു. പരാജയത്തിന് മുഖ്യ കാരണം ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞ് CPM-നെ തള്ളി CPI-യും രംഗത്തെത്തിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് LDF പരാജയത്തിന് മുഖ്യ കാരണം ഭരണവിരുദ്ധ വികാരമാണെന്ന് CPI മുഖപത്രം. ഭരണവിരുദ്ധ വികാരമില്ലെന്ന് CPM നേതാക്കൾ ആവർത്തിക്കുന്നതിനിടെയാണ് CPI നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ CPI-യുടെ ഒരു മന്ത്രി ഉൾപ്പെടെ 13 മന്ത്രിമാർ പരാജയപ്പെട്ടിരുന്നു. അതേസമയം കണ്ണൂർ കോളയാട് പഞ്ചായത്തിലെ ഈരായിക്കൊല്ലിയിൽ പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെ ഫ്ലെക്സ് ബോർഡുകൾ. പിണറായി വിജയന്റെയും MV ഗോവിന്ദന്റെയും ചിത്രത്തിന് മേലെ തെറ്റ് എന്ന് അടയാളപ്പെടുത്തുകയും പാർട്ടിയാണ് വലുത്, നേതാക്കളല്ല എന്ന് എഴുതുകയും ചെയ്തിട്ടുണ്ട്. M സ്വരാജിന്റെയും P ജയരാജന്റെയും ചിത്രം വെച്ച് ഇനി നയിക്കാൻ ഇവരുണ്ടെങ്കിൽ ഇവരുടെ കൂടെ ഞങ്ങളുമുണ്ടെന്നും എഴുതിയിട്ടുണ്ട്. ചെങ്കോട്ടമുക്ക് ഈരായിക്കൊല്ലി എന്ന പേരിലാണ് ഫ്ലക്സ് സ്ഥാപിച്ചിരിക്കുന്നത്. പാർട്ടിയിൽ പിണറായിക്കെതിരെയും ഗോവിന്ദനെതിരെയും പ്രതിഷേധം പൊട്ടിപ്പുറപ്പെടുന്നു എന്ന സൂചനയാണ് കോളയാട് പഞ്ചായത്തിലെ ഈരായിക്കൊല്ലിയിൽ ഇന്നലെ രാത്രി ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. മലയോരത്തെ CPM കോട്ട എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഈരായിക്കൊല്ലി. തിരുത്തൽ നടപടികൾ ആവശ്യമാണെന്ന് അറിയിച്ച് P ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ പാർലമെന്ററി വ്യവസ്ഥയിൽ ഏർപ്പെടുമ്പോൾ പലതരം ജീർണതകളും കടന്നുവരുമെന്ന് ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചു. അത്തരം ജീർണതകൾ ചർച്ച ചെയ്ത് തിരുത്താനിരുന്നാൽ ജനങ്ങൾക്കിടയിൽ പാർട്ടിയെക്കുറിച്ചുള്ള വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽക്കും. മൂർദ്ധമായ അത്തരം പ്രശ്നങ്ങൾ പരിശോധിക്കാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുന്നോട്ട് പോകാനാവില്ല. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്തസത്ത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്നും ജയരാജൻ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റുകാർ പാർലമെന്ററി വ്യവസ്ഥയിൽ ഏർപ്പെടുമ്പോൾ പലതരം ജീർണതകളും കടന്നുവരുമെന്നും ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചു. അത്തരം ജീർണതകൾ ചർച്ച ചെയ്ത് തിരുത്താതിരുന്നാൽ ജനങ്ങൾക്കിടയിൽ പാർട്ടിയെക്കുറിച്ചുള്ള വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽക്കും. മൂർദ്ധമായ അത്തരം പ്രശ്നങ്ങൾ പരിശോധിക്കാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുന്നോട്ട് പോകാനാവില്ല. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്തസത്ത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്നും ജയരാജൻ പറഞ്ഞു. തെറ്റുതിരുത്തൽ പ്രക്രിയ പാർട്ടി സംഘടനയ്ക്കകത്ത് നടത്തേണ്ടതാണ്. തിരഞ്ഞെടുപ്പ് ഫലമുണ്ടാക്കിയ നിരാശയിൽ നിന്നും തങ്ങളുടെ വ്യത്യസ്ത അഭിപ്രായങ്ങളും വിമർശനങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രകടിപ്പിക്കുന്ന നിലയുണ്ട്. പാർട്ടി അനുഭാവികൾക്കുള്ള അത്തരം അഭിപ്രായങ്ങൾ പാർട്ടി നേതൃത്വത്തിന് നൽകുകയാണ് വേണ്ടത്. കയ്യൂരിന്റെയും കരിവെള്ളൂരിന്റെയും പുന്നപ്ര വയലാറിന്റെയും ഉജ്ജ്വല പാരമ്പര്യമുള്ള നമ്മുടെ പാർട്ടി ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ കരുത്തുള്ള പ്രസ്ഥാനമാണ്. വലതുപക്ഷത്തിനെതിരായ ഇടതുപക്ഷത്തിന്റെ സവിശേഷത നിലനിർത്തിക്കൊണ്ടുള്ള പോരാട്ടം തുടരും. നാം അതിജീവിക്കുക തന്നെ ചെയ്യുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.